വഖഫ് സ്വത്തുക്കളിൽ തൽസ്ഥിതി തുടരുമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിക്ക് ഉറപ്പു നൽകി. ഹർജികളിൽ ഇടക്കാല ഉത്തരവുണ്ടാകുന്നതുവരെ വഖഫ് കൌൺസിലുകളിലേക്കും ബോർഡുകളിലേക്കും നിയമനം നടത്തുകയില്ലെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. ഹർജികളിൽ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 7 ദിവസത്തെ സമയവും കോടതി അനുവദിച്ചു. ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് മെയ് മാസം 5-ന് സുപ്രീം കോടതി വാദം കേൾക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായിട്ട്. ബാലഗോപാൽ, എന്തായാലും ഈ പുതിയ നിയമത്തിനനുസരിച്ചുള്ള നിയമനങ്ങളൊന്നും അല്ലെങ്കിലും സാധ്യതയുള്ളതല്ലല്ലോ. ഇതിന്റെ ചട്ടങ്ങളൊക്കെ രൂപീകരിച്ച ശേഷം മാത്രമല്ലേ അത് സാധ്യമാകൂ. ഈ ഒരാഴ്ചത്തെ സമയം കോടതി ഉന്നയിച്ച ആ ചോദ്യങ്ങൾക്ക് കൃത്യമായൊരു വിശദീകരണം നൽകാൻ കേന്ദ്രത്തിന് പ്രയോജനപ്പെടുന്നതല്ലേ? തീർച്ചയായും ഇന്ന് ഈ കേസിന്റെ വാദം കേൾക്കൽ ആരംഭിച്ചപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞത് ഈ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഒരു കീഴ്വഴക്കം കോടതികൾക്കില്ല. അതുകൊണ്ട് തന്നെ വഖഫ് നിയമവും സ്റ്റേ ചെയ്യരുത്. പകരം ഈ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിനു മുമ്പായി തങ്ങളുടെ വാദം വിശദമായി കേൾക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. തുടർന്നാണ് കോടതി ഈ നേരത്തെ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സ്റ്റേ ഉത്തരവ്, ഈ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കേന്ദ്രത്തിന്റെ വാദം കേൾക്കാമെന്ന് കോടതി വ്യക്തമാക്കിയത്. കേന്ദ്രത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഈ നിലപാട് അറിയിക്കുന്നതിന്, അതായത് അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിന് 7 ദിവസത്തെ സമയപരിധി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. കേന്ദ്രം നൽകുന്ന ഈ മറുപടികൾക്ക്, അല്ലെങ്കിൽ ആ മറുപടി സത്യവാങ്മൂലത്തിനും മറുപടി നൽകുന്നതിന്, റിജോയിൻഡർ നൽകുന്നതിന് 5 ദിവസത്തെ സമയം ഈ ഹർജിക്കാർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ കേസുമായി ബന്ധപ്പെട്ട് തൽസ്ഥിതി തുടരേണ്ട ആവശ്യകത ചീഫ് ജസ്റ്റിസ് ഇന്നും വ്യക്തമാക്കുകയും ചെയ്തു. താങ്കൾ സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിക്കുന്നില്ല, പക്ഷേ ഈ 2 വിഷയങ്ങളിലുള്ള അത് ഏതെങ്കിലും കാരണവശാൽ അതിൽ മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതിനുണ്ടാക്കുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ച് അദ്ദേഹം കോടതിയിൽ വിശദീകരിക്കാനുണ്ടായത്. തുടർന്നാണ് തുഷാർ മേത്ത 2 കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയത്. ഒന്ന്, ഈ വഖഫ് ബോർഡുകളിലേക്കോ കൗൺസിലുകളിലേക്കോ ഈ ഇടക്കാല ഉത്തരവിൽ തീരുമാനമുണ്ടാകുന്നതുവരെ നിയമനം നടക്കില്ല. സംസ്ഥാനങ്ങൾ നിയമനം നടത്തുകയാണെങ്കിൽ അത് അസാധുവാണെന്ന് കരുതുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. ഇതിനു പുറമെ ഈ വഖഫ് ഭൂമി, ഈ ഉപയോഗം കൊണ്ട് വഖഫായ ഭൂമി, ആ ഭൂമിയുടെ നിലവിലെ സ്വഭാവത്തിൽ മാറ്റം വരുത്തില്ല എന്ന ഉറപ്പും അദ്ദേഹം കോടതിക്ക് നൽകുകയും ചെയ്തു. ഈ 2 ഉറപ്പുകൾ രേഖപ്പെടുത്തിയതിനു ശേഷമാണ് കേസ് പരിഗണിക്കുന്നത് മെയ് 5-ലേക്ക് മാറ്റിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. ശരി, സർക്കാർ വിചാരിച്ചാലും ഒരാഴ്ചക്കുള്ളിൽ അങ്ങനെ മാറ്റങ്ങളില്ല എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. ഒരാഴ്ചത്തേക്ക് തൽസ്ഥിതി തുടരും. പിന്നീട് വിശദമായ വാദം കേൾക്കലും നടപടികളിലേക്ക് പോകും.